ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പിന്നാലെ അനുഗ്രഹീത ശുശ്രൂഷയുമായി അതിശ്രേഷ്ഠ ആത്മീക ദൂതുമായി കർത്തൃദാസനുണ്ട്. എങ്കിലും ഒരു ആമുഖ ചിന്ത നിങ്ങളെ മനസ്സൊന്നുണർത്തി ദൈവസന്നിധിയിൽ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഒരു ആമുഖ ചിന്ത പങ്കുവെച്ചോട്ടെ. 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വെളിപ്പാട് പുസ്തകം ഇങ്ങനെയാണ് വാക്യം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറകുകൾ ലഭിച്ചു. അവിടെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സ്തോത്രം. പ്രവചനപരമായി അതിശ്രദ്ധയോടെ വ്യാഖ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് 12-ാം അധ്യായത്തിലെ ഈ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം. സ്തോത്രം. പല പ്രാവശ്യം പല യോഗങ്ങളിൽ പല ശുശ്രൂഷകളിൽ 12-ാം അധ്യായത്തിലെ സംഭവങ്ങൾ സ്തോത്രം വിഷീഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്തെ സ്തോത്രം ഒരു വ്യാഖ്യാനത്തിനല്ല മുതിരുന്നത്. ഇതിനകത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സ്തോത്രം ഇതൊരു ആലങ്കാരികമാണ്. സ്വർഗത്തിൽ കണ്ട ഒരു അടയാളമാണ്. അക്ഷരീകമായിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. അവൾ ഗർഭിണിയാണ്. നോവ് കിട്ടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് 12-ാം അധ്യായത്തിൽ യോഹന്നാൻ എന്ന ദീർഘദർശി ഈ സ്ത്രീയെ കാണുന്നത്. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. പ്രസവത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പ്രസവം അടുത്ത സമയം മുതൽ അതീവമായിരിക്കുന്ന പോരാട്ടങ്ങൾ അവൾക്ക് നേരെ വന്നു. ഒരു സർപ്പമാണ് ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്നിത്യാദി കാര്യങ്ങളെല്ലാം വളരെ ആത്മീകപരമായിട്ട് വ്യാഖ്യാനിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ സ്തോത്രം അതിൻ്റെ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് ഈ വാക്യം വായിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണെങ്കിലും സ്തോത്രം വളരെ ശക്തമായ ആക്രമണം, ഉപദ്രവം എന്നെഴുതിയിരിക്കുന്ന വാക്കിൽ ആക്രമണം ഈ അമ്മയ്ക്ക്, സ്ത്രീയെ, ഈ ആൺകുട്ടിയെ പ്രസവിച്ച ഈ സ്ത്രീക്ക് നേരെ ഉണ്ടായ സമയത്ത് ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണെങ്കിലും സ്വർഗവും ദൈവവും ഈ അമ്മയ്ക്ക് അനുകൂലമാണ്. സ്തോത്രം. എപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ഓരോരോ സന്ദർഭങ്ങൾ, ഓരോരോ വ്യക്തികളെ നോക്കുമ്പോൾ അവരനുഭവിക്കുന്ന വിഷയത്തെക്കാൾ അവർക്കെതിരെ നിൽക്കുന്ന പാമ്പ് എത്ര വലുതാണെങ്കിലും ആ സന്ദർഭങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നത് ഏറ്റവും വലിയ ചിന്തയാണ്. ഹല്ലേലൂയ. ഈ അധ്യായത്തിനകത്ത് ഒരമ്മയ്ക്കും ഒരു മകനുമെതിരെ, അതാരുമാകട്ടെ കേട്ടോ, സ്തോത്രം, ഞാൻ അതിലേക്കല്ല കിടക്കുന്നെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ചിന്തയും ഈ പൗരുഷന്റെ വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ തീവ്രമായ വേദനയോടെ കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന ആളുകളെ പിടിച്ചു നിർത്തി അവരെ ബോധിപ്പിച്ച് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് വന്നിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള യോഗത്തിൽ തന്നിരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഗഹനമായിരുന്നെങ്കിൽ ബൈബിൾ ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കണം. എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തെ സ്തോത്രം ദൈവശാസ്ത്രത്തിന്റെ അങ്ങേ അറ്റത്തെ ചരടെ കയറി പിടിച്ചിട്ട് വിമർശിക്കരുത്. ഇന്നത്തെ യോഗത്തിൽ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്താണെങ്കിലും ഒറ്റ വാക്കിൽ വായിക്കുന്നവർക്ക് മനസ്സിലാകും. പ്രതിയോഗി ശക്തനാണെങ്കിലും പല കാരണം കൊണ്ട് ഈ സ്ത്രീക്ക് സ്വർഗം അനുകൂലമാണ്. ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയാം. ഇന്ന് പകലിൽ 21-ാം തീയതി നിങ്ങളുടെ വിഷയം എത്ര മല പോലുള്ളതാണെങ്കിലും സ്വർഗത്തിലെ അപ്പച്ചൻ അനുകൂലമാണെങ്കിൽ ഇതിനകത്തെല്ലാം പോക്ക് വഴികളുണ്ടാകും. പ്രതിസന്ധികളുടെ നടുവിൽ പരിഹാരമുണ്ടാകും. ഹല്ലേലൂയ. എങ്ങനെ അറിയാം ദൈവം നമുക്ക് അനുകൂലമാണെന്ന് എങ്ങനെ അറിയാം? ബൈബിളിലെ പല ആളുകൾ സ്തോത്രം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്നൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് ചോദിച്ചിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, ഈ സമയത്ത് ദൈവം എന്നോട് കോപിച്ചിരിക്കുകയാണോ, അനുകൂലമാണോ എന്ന്. സ്തോത്രം പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ അറിയാം. പ്രശ്നങ്ങളുടെ നടുവിലും തിരമാലകളുടെ നടുവിലും കൊടുങ്കാറ്റിന്റെ നടുവിലും തീച്ചൂളയുടെ നടുവിലും സിംഹങ്ങളുടെ ഇടയിലും ഘോര രാജാക്കന്മാരുടെ മുമ്പിലും ലോക സാമ്രാജ്യങ്ങളുടെ മുമ്പിലും പിശാചിന്റെ മുമ്പിലും വാലും ചുരുട്ടി വരുന്ന സർപ്പത്തിന്റെ മുമ്പിലും വിഴുങ്ങാൻ ഭാവിക്കുന്ന വിഷയത്തിന്റെ മുമ്പിലും തലയം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ മുമ്പിലും ദൈവം അനുകൂലമാണെന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്ന സ്തോത്രം ഒരു മാർഗമാണ് ആത്മീക മാർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആത്മീക മാർഗം എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവം അനുകൂലമാണെന്ന് അറിയാൻ എന്താ സ്തോത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവമായ കർത്താവ് ഈ സ്ത്രീക്ക് 2 ചിറക് കൊടുക്കുന്നു. സ്തോത്രം. ഞാൻ ബൈബിളിലെ വാക്കുകളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു ലാഘവത്തോടെയാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു. ആ സ്ത്രീക്ക് 2 ചിറക് കിട്ടി, അവൾ പറന്നുപോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് അമ്മച്ചിമാർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ബൈബിൾ പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ അത്ര എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എഴുതിയത്. ബൈബിളിന്റെ സ്വഭാവം എഴുതുമ്പോൾ പഴുതടച്ചെഴുതുകയാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചിറക് കൊടുത്തുന്നല്ല, വലിയ ചിറക് കൊടുത്തൊന്നുമല്ല, കഴുകന്റെ വലിയ ചിറക് കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വീണ്ടും ദൈവാത്മാവിന്റെ അകത്തെ പ്രേരണ പറയാം. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു തരാൻ ഇച്ചിരി താമസിച്ചേക്കാം. പക്ഷെ ചെയ്ത് തന്നാൽ ചെറുതൊന്നും ആയിരിക്കുകയല്ല തരുന്നത്. യേശുവിന്റെ നാമത്തിൽ ചെയ്ത് തരാൻ ഇച്ചിരി താമസിച്ചേക്കാം. ദൈവത്തിന്റെ നടപടികൾ നിന്റെ സമയത്തായിരിക്കണമെന്നില്ല. പക്ഷേ വിഷയം നിന്നെ വിഴുങ്ങുന്നതിനേക്കാൾ മുമ്പ്, വിഷയം നിന്റെ അടുത്തെത്തുന്നതിനേക്കാൾ മുമ്പ്, നിന്നെ അകത്താക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കും. ചെയ്യുന്നത് എങ്ങനായിരിക്കും? ചെയ്തു എന്ന് പേര് വരുത്താൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഞാനൊരു സഭാ ശുശ്രൂഷകനായതുകൊണ്ട് പറയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ നമ്മൾ ചെയ്യുന്നത് പോലല്ല, നമ്മൾ ഉപദേശിമാർ പോലും ചെയ്യുന്നത് പോലല്ല ദൈവം ചെയ്യുന്നത്.
ഈ ഉപദേശിമാരായ ഞങ്ങൾ പോലും പ്രസംഗിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു പ്രസംഗം പ്രസംഗിക്കുന്നവരുണ്ട്. സഭായോഗം നടത്തിയില്ലോ എന്ന് പറയാൻ വേണ്ടി യോഗം നടത്തുന്നവരുണ്ട്. യോഗത്തിന് വരുന്നവരും വന്നൂലോ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി യോഗത്തിന് വരുന്നവരുണ്ട്. കൈ അടിച്ചതുപോലെ കാണിക്കുന്നവരുണ്ട്. സ്തോത്രം പറയുന്ന പോലെ മൂളുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. ദൈവം ചെയ്താൽ ചെയ്തതാണ്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നറിയാമോ? രക്ഷപ്പെടണമെങ്കിൽ പെട്ടോളാൻ പറഞ്ഞുകൊണ്ട് ഒരു ചിറക് കൊടുത്തെന്നല്ല. ഇവിടെ ദൈവത്തിനറിയാം, ഒരു കുരുവിയുടെ ചിറക് കൊടുത്താൽ ഇവള് രക്ഷപ്പെടുകയില്ല. ഈ വലിയ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാധാരണ ചിറക് പോരാ, അതിന് വലിയ ചിറക് വേണം. വെറും വലിയ ചിറകല്ല, ഉയരത്തിലെത്തണമെങ്കിൽ, ശത്രുവിനെ എത്തിപ്പിടിക്കാത്തടത്തെത്തണമെങ്കിൽ വലിയ കഴുകണ്ട ചിറക് തന്നെ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ ആരും ബുദ്ധി പഠിപ്പിക്കണ്ട, കർത്താവിന് ജ്ഞാനം പറഞ്ഞു കൊടുക്കണ്ട. നീ കർത്താവിന്റെ സന്നിധാനത്തിൽ ആവശ്യക്കാരനായി അടുത്തു വരുമ്പോൾ യോഗ്യനെങ്കിൽ തരുന്നതൊരു വലിയ സംഭവമായിരിക്കും. വലിയ കഴുകന്റെ ചിറക് കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു ചിലപ്പോഴൊക്കെ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു വാക്യമുണ്ട്. പണ്ട് ദാവീദ് രാജാവ് വലിയ പ്രശ്നത്തിന്റെ ഇടയിൽ അകപ്പെട്ടൊരു സമയമുണ്ട്. വലിയ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ ഇടയിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം പ്രശ്നത്തിന്റെ അകത്ത് ഇടപെടുമ്പോൾ നമ്മൾ പലരും ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഉപദേശിയെ ഫോൺ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ദാവീദ് ചെയ്തുകൊണ്ടിരുന്നത്. ദാവീദിന്റെ സ്വഭാവം പ്രശ്നത്തിന് നടുവിൽ അകപ്പെടുമ്പോൾ സങ്കീർത്തനം എഴുതുക. സ്തോത്രം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. വേണമെങ്കിൽ നമ്മുടെ ശീലം മാറ്റാം. തുടർന്ന് വന്നത് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ 4 ഫോൺ നമ്പർ ഉണ്ട്, അങ്ങോട്ട് കുത്തുക. 10 ഡിജിറ്റൽ. അതാണ് നമ്മൾ പ്രശ്നത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഞാനിത് പറയുമ്പോൾ നയം മാറ്റാം. ദാവീദ് പ്രശ്നം വരുമ്പോഴൊക്കെ പേനയെടുക്കും, സങ്കീർത്തനം എഴുതും. സ്തോത്രം. അങ്ങനെ കിട്ടിയ സങ്കീർത്തനമാണ് ഈ പുസ്തകത്തിൽ കിട്ടിയതല്ല. അല്ലാതെ അദ്ദേഹത്തോട് സ്തോത്രം ആരെങ്കിലും കാശ് അഡ്വാൻസ് കൊടുത്ത് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന പോലെ സങ്കീർത്തനം എഴുതി തരാമോ എന്ന് ചോദിച്ച് പാട്ടുകാരെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കുന്നത് പോലെ എഴുതിപ്പിച്ചതല്ല സങ്കീർത്തനം. പ്രതിസന്ധികൾ വരുമ്പോൾ അദ്ദേഹം സ്തോത്രം അടുത്ത തലമുറയ്ക്ക് കൂടി പ്രയോജനമാകത്തക്ക രീതിയിൽ അദ്ദേഹം തൂലിക എടുത്ത് എഴുതും. അങ്ങനെ വന്ന സങ്കീർത്തനങ്ങളാണ് അനുഭവസ്ഥമായ പല സങ്കീർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു തീവ്രമായ അനുഭവത്തിന്റെ സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. പശ്ചാത്തലം ഞാൻ പറയുന്നില്ല, ഇത് സങ്കീർത്തന പ്രബോധനത്തിന് സമയമല്ല. 55-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചു പോയ ഒരു ആഗ്രഹമുണ്ട്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവമേ, പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറന്നു പോയേനെ. ആർക്കും ശല്യമില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും കഷ്ടപ്പെടുത്താതെ, ആരെ കൊണ്ട് വിമർശിപ്പിക്കാതെ 2 ചിറക് പ്രാവിനുള്ളതുപോലെ 2 ചിറക് എനിക്ക് തന്നാൽ ഞാൻ ഏതെങ്കിലും മരുഭൂമിയിൽ പോയി ജീവിതം തീർത്തേനെ. പക്ഷേ ഞാൻ ആ സങ്കീർത്തനം മുഴുവൻ താഴെ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് മരിച്ചു പറക്കി വായിച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരു ന്യായമായ കാര്യം. വിമർശകരുടെയും നിന്ദിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും കഷ്ടപ്പെടുത്തുന്നവരുടെയും സ്തോത്രം അങ്ങനെയുള്ള ആളുകളുടെ നടുവിൽ നിന്ന് അവരോട് എതിർക്കാൻ വേണ്ടി എൻ്റെ കൈകൾക്ക് നഖത്തിന് മൂർച്ചയും പല്ലുകൾക്ക് വീര്യവും എൻ്റെ കയ്യിൽ ഒരു ആയുധവും തരാനല്ലല്ലോ ആവശ്യപ്പെട്ടത്. ഞാനൊരു വഴക്കിന് നിൽക്കുന്നില്ല, ഞാനൊരു പ്രശ്നത്തിന് നിൽക്കുന്നില്ല. ഞാൻ പറന്നു പോയേക്കാം, ആർക്കും ശല്യം ഉണ്ടാക്കണ്ട, ഞാനങ്ങ് പോയേക്കാം. അവരുടെ വിഷമം തീർന്നല്ലോ. 2 ചിറക് എനിക്ക് തന്നാ മതി, ഞാൻ പറന്നു പോയേക്കാം. അതും കഴുകന്റെ ചിറക് വേണ്ട, പ്രാവിന്റെ ചിറക് മതി എന്ന് ചോദിച്ചിട്ട് ദൈവം കൊടുത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, ചിലപ്പോഴൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി, എസ്കേപ്പിന് വേണ്ടി, ചില വിഷയത്തിനകത്ത് നിന്ന്, ചില ഭാരങ്ങൾക്കകത്ത് നിന്ന് നീ തല ഊരാൻ വേണ്ടി മഹാദൈവത്തോട് 2 കൊച്ചു ചിറക് തരാമോ, ഞാനങ്ങ് പോയി രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം ചിലപ്പോൾ തരികയില്ല. എന്നാൽ നീ ചോദിക്കാതെ ചില സമയത്ത് പ്രാവിന്റെ ചിറകല്ല, കഴുകന്റെ ചിറക് സ്വർഗത്തിലെ ദൈവം തരികയും ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ നല്ല വെള്ളിയാഴ്ച കർത്താവിന്റെ ആത്മാവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ സ്വത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് പറ: എന്റെ കർത്താവിന് അറിയാമെല്ലാം. ദുഷ്ടപിശാച് നിന്റെ അടുക്ക വന്നിട്ട് നിന്റെ ദൈവം എന്താ ഒന്നും ചെയ്യാത്തത്, ഇത്രയും ദിവസമായിട്ട് നിന്റെ കണ്ണീരിന് എന്നെ മറുപടി തരാത്തത്, നിന്റെ കൊച്ചിന്റെ കാര്യത്തിന് എന്റെ നടപടിയില്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ അവിടെ ഇരുന്നോണ്ട് പിശാചിനോട് പറയണം: എടാ കള്ള പിശാചേ, എന്റെ ദൈവത്തിനറിയാം എപ്പോൾ എന്ത് ചെയ്യണം, ഏത് ചിറക് തരണം, പ്രാവിന്റെ ചിറക് വേണോ, കഴുകന്റെ ചിറക് വേണോ എന്നെ ദൈവത്തിനറിയാം. അന്യഭാഷയിലും ആത്മനിറവിലും ഒരല്പസമയം ദൈവത്തിന് കാര്യം ഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദാസീദാസന്മാരും ദൈവമക്കളും അങ്ങകലെ രോഗക്കിടക്കയിൽ കിടക്കുന്നവർ അനേക പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, എന്റെ കുഞ്ഞുങ്ങൾ ഈ മൂത്രത്തുണി എടുത്ത് നനയ്ക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭാരമുണ്ട്, എനിക്ക് വേദനയുണ്ട്, ഞരമ്പ് കണ്ടിച്ച് മരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദാവീദ് കരഞ്ഞതുപോലെ ഇനി ഈ ഭാരം അവരെ കുറിച്ച് ചുമപ്പിക്കാതിരിക്കാൻ 2 പ്രാവിന്റെ ചിറക് തന്നാ മതി, ഞാൻ പറന്നങ്ങ് വരാം എന്ന് പറഞ്ഞിട്ട് 5 കൊല്ലമായി ഇതുവരെ ചിറക് തരാതെ നീ നിന്റെ കട്ടിലേൽ ഒതുങ്ങുകയാണെങ്കിൽ എന്റെ കർത്താവ് നിനക്ക് പ്രാവിന്റെ ചിറകായിരിക്കില്ല തരുന്നത്. സ്വർഗസ്ഥനായ ദൈവം നിനക്ക് നീ അപകടത്തിലായി എന്നറിയുമ്പോൾ, വേദനയിലായി എന്നറിയുമ്പോൾ സ്വർഗത്തിനറിയാം നിനക്ക് കഴുകന്റെ ചിറക് ഏറ്റവും വലിയത് തരേണ്ടത് തരാൻ പരിശുദ്ധ ദൈവത്തിന് അറിയാം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് ഈ വിഷയത്തിന് മേൽ ജയമെടുക്ക്.
പരിശുദ്ധാത്മാവേ, കർത്താവ് ചിലരെ കണ്ടിട്ടുണ്ട്, ചിലരെ ഒരുക്കിയിട്ടുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിൽ നിന്ന് പകരക്കാലം വിശ്വസിച്ചോ. കർത്താവ് ചിലർക്ക് ഈ മാർച്ച് മാസം കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് നീ ചോദിച്ച സമയത്തൊന്നും തന്നില്ല, നീ കരഞ്ഞ സമയത്ത് തന്നില്ല. വേണ്ട കർത്താവേ, എന്റെ ബന്ധുക്കളുടെ സ്വന്തക്കാരുടെ ഇടയിൽ കിടന്ന് നാണം കെടാൻ വയ്യ, എന്റെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് പ്രാവിനുള്ളതുപോലെ രണ്ട് ചിറക് തരണമെന്ന് കരഞ്ഞിട്ട് തരാത്ത ആ സന്ദർഭങ്ങൾക്ക് മറുപടിയായി എന്റെ കർത്താവ് ചില വിഷയത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴുകനുള്ളതുപോലെ രണ്ട് വലിയ ചിറക്. രക്ഷപ്പെടേണ്ടവരൊക്കെ രക്ഷപ്പെട്ടുകൊള്ളുക. കുറെ കാലം കരഞ്ഞ വിഷയം, കുറെ കാലം നിന്ദിക്കപ്പെട്ട വിഷയം, നീ നിന്റെ കുഞ്ഞുങ്ങളും കൂടി കടന്ന് വലിഞ്ഞ വിഷയം, ഏത് ഭാരമാണെങ്കിലും നിനക്കൊരു മാറ്റത്തിന്റെ സമയമായി. നിന്നെ ഇനി മരുഭൂമിയിൽ ഇട്ടുകൊണ്ടിരിക്കില്ല, നിന്നെ ഇവിടെ ഒതുക്കി കളയില്ല. കർത്താവിന്റെ ആത്മാവ് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി ചില കാര്യങ്ങളെ ചെയ്യാൻ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കുന്നത് ഞാൻ പവർവിഷന്റെ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ, ദൈവമക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ എന്റെ അന്തരാത്മാവിൽ അറിയുന്നു. ദൈവം കയ്യും കെട്ടി ഇരിക്കുകയല്ല, അവന്റെ കരങ്ങൾ ചലിക്കുന്നു. നിനക്ക് രണ്ട് ചിറക് തരാൻ, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ നിന്നയിൽ നിന്ന് ഉയർത്താൻ, നിന്റെ തലമുറയെ ദൈവത്തിന്റെ കൃപയിൽ മാനിക്കാൻ, ചില വിഷയങ്ങൾക്കകത്ത് നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാൻ. കർത്താവിന്റെ ആത്മാവിൽ ഞാൻ വിവേചിച്ചുകൊണ്ട് പറയാം, അന്ന് നീ പ്രാർത്ഥിച്ചത്, അന്ന് നീ ചോദിച്ചത് രണ്ട് പ്രാവിന്റെ ചിറകാണ്. അന്ന് തരാതിരുന്നതിന് ഇന്ന് നന്ദി പറഞ്ഞേക്കണം. അന്ന് നീ സ്തോത്രം പോയിരുന്നെങ്കിൽ പലരും പിന്നെ പുറകെ പറഞ്ഞേനെ അവനില്ലാതെയായി. ഇതിലെ പാട്ടും പാടി കിന്നരം വായിച്ച് ദൈവം വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടന്നവൻ ഒരു സുപ്രഭാതത്തിൽ രണ്ട് പ്രാവിൻ്റെ ചിറകുമായി ഞങ്ങൾ അവനെ ഇവിടെ നിന്ന് ഓടിച്ചു, സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ അവനെ ഒതുക്കി എന്നൊക്കെ പറഞ്ഞേനെ. അതുകൊണ്ട് സ്വർഗം അന്ന് നിനക്ക് തന്നില്ല, അന്ന് നിനക്ക് തന്നില്ല. കാരണം നീ അവിടെ നിന്ന് ചിലത് തെളിയിക്കണം. നീ പറന്നു പോകേണ്ടവനല്ല, പറന്നു പോകേണ്ടവളല്ല. നീ ആ ശത്രുക്കളുടെ നടുവിൽ, നീ ആ പാളയത്തിന് നടുവിൽ, നീ ആ കിടക്കുന്ന സ്ഥലത്ത് നിന്റെ പ്രതിയോഗിയുടെ മുമ്പിൽ അന്ന് നിനക്ക് തരാതിരുന്നത്, അന്ന് നിനക്ക് തരാതിരുന്നത് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്യിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അന്നൊരു വിസ ചോദിച്ചപ്പോൾ, കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നു കാണില്ല. സ്തോത്രം കർത്താവേ, ഈ സിറ്റുവേഷൻ ഒരു മാറ്റം വരുത്താൻ വേണ്ടി സ്തോത്രം ദുബായിലേക്കോ കാനഡയിലേക്കൊന്നും വേണ്ട, ഈ നാട്ടിൽ നിന്ന് ബോംബെയിലേക്കൊരു മാറ്റം, ഒരു മനസ്സ് ഫ്രഷ് ആകാൻ രണ്ട് കൊച്ചു ചിറകുകൾ പ്രാവിനുള്ളതുപോലെ. സ്തോത്രം ഹല്ലേലൂയ. 350 രൂപ ടിക്കറ്റ് എടുത്ത് സ്തോത്രം ഒരു സാധാരണ കമ്പാർട്ട്മെന്റിൽ കയറി സ്തോത്രം ബാംഗ്ലൂർക്കോ ബോംബെക്കോ അവിടെ വരെ ഒരു ചിറക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും തടയപ്പെട്ട ദിവസങ്ങൾ കണ്ടേക്കാം. പക്ഷെ എല്ലാ കാലവും അങ്ങനെ ആയിരിക്കുകയില്ല. ദൈവം പറയുന്നു, അന്ന് നടക്കാത്തത് പലതും ഇന്ന് നടക്കാൻ പോകുകയാ. അന്ന് സംഭവിക്കാത്തത് പലതും എൻ്റെ ദൈവം അന്ന് നീ ചോദിച്ചിട്ട്, അന്ന് നീ അപ്ലൈ ചെയ്തിട്ട്, അന്ന് നീ ഒരുങ്ങിപ്പോയിട്ട്, അന്ന് നീ വിശ്വസിച്ചിട്ട്, അന്ന് നീ അഭയാചന കഴിച്ചിട്ട്, അന്ന് ഉപവസിച്ചിട്ട് കിട്ടാതെ പോയ പലതും എൻ്റെ കർത്താവ് നിനക്ക് തരാൻ വിശ്വസ്തനായ ദൈവമാണ്. സഹോദരങ്ങളെ, ഞാൻ അങ്ങനെ പറഞ്ഞു നിൽക്കാനല്ല ഈ വാക്യം വായിച്ചത്. സത്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ. പതിവുപോലെ വേദപുസ്തകത്തിനകത്ത് കഴുകന്റെ ചിറകുമായി ബന്ധപ്പെട്ട 5 വാക്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടു. കഴുകന്റെ ചിറകുമായി സ്തോത്രം ബന്ധപ്പെട്ട 5ഓളം വാക്യങ്ങൾ. ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടെത്തിക്കാനാണ് വാസ്തവത്തിൽ രാവിലെ അധികം നേരം ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഒരു കൊച്ചു കടലാസിൽ 5 വാക്യങ്ങൾ കുത്തിക്കുറിച്ച് ഇവിടെ വന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. പക്ഷേ ഇരിക്കുന്ന ജനത്തിൻ്റെ മനസ്സറിയുന്നവൻ സ്വർഗസ്ഥനായ ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. എങ്കിലും ഞാനൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യത്തെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ വാക്കുകൾ ഇങ്ങനെ നിൽക്കട്ടെ, അതൊരു പ്രവചന ദൂത് പോലെ ഇരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു അപകട മേഖലയിലാണ് നീ എന്നറിഞ്ഞാൽ, നിനക്ക് ഒറ്റയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നറിഞ്ഞാൽ, ഇവിടെ നീ പോരാടി പിടിച്ചു നിൽക്കത്തില്ലെന്നറിഞ്ഞാൽ, ആ സമയത്ത് കർത്താവ് നിന്നെ ഇട്ടിട്ടൊന്നും പോകുകയല്ല. ആ സമയത്ത് കർത്താവ് നിനക്ക് 2 ചിറക് തന്ന് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കോളാൻ പറയും. അത് ദൈവം ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതി നിനക്ക് വന്നിട്ടില്ല, അത്രയും നീ അപകട മേഖലയിലല്ല. അതുകൊണ്ടാണ് കർത്താവ് ഇപ്പോഴും അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ ധൈര്യപ്പെടണം. എതിരെ നിൽക്കുന്ന ശക്തി എനിക്കെതിരെ ഒരു പ്രശ്നത്തിൽ ഞാൻ ചെന്നെത്തുമായിരുന്നെങ്കിൽ എന്നേ എനിക്ക് ചിറക് കിട്ടിയേനെ. അങ്ങനെ ചിറക് കിട്ടാത്തത് കൊണ്ട് നീ ധൈര്യപ്പെടണം. എതിരെ നിൽക്കുന്ന ശക്തി വലിയ സംഭവമൊന്നുമല്ല. സംഭവമായിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അവിടെ ഇട്ടുകൊണ്ടിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്നിടത്തോളം വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചങ്ങ് ജയമെടുക്കുക. ഒരു പ്രശ്നത്തിനാണെന്നറിഞ്ഞാൽ ആരും പറഞ്ഞില്ലെങ്കിലും ചിറക് ദൈവം നിനക്ക് തന്നിരിക്കും. അത്രയ്ക്കും പരിജ്ഞാനമുള്ളവനാ ദൈവം, അത്രയ്ക്ക് ജ്ഞാനമുള്ളവനാ ദൈവം. അതുകൊണ്ട് നിനക്ക് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ചിറക് വേണ്ട, അവിടെ നിന്നാ മതി. അങ്ങനെ പറ്റാതെ വന്നാൽ സ്തോത്രം അപ്പം മതിയിലോ ചിറകിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ലാത്തത് കൊണ്ട് നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് ധൈര്യമായി നിൽക്ക്.
കർത്താവ് അവിടെ നിന്ന് സ്തോത്രം ദൈവമായ കർത്താവ് പ്രവർത്തിപ്പാനിടയാകട്ടെ. ഞാൻ 1-2 വാക്യങ്ങൾ മാത്രം ചിറകിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ദൈവസന്നിധിയിൽ സ്തോത്രം ഓർപ്പിക്കാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ മഹാദൈവം പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു വാചകം എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് സ്തോത്രം രാവിലത്തെ ധ്യാന സമയത്ത് സന്തോഷിപ്പിച്ചു. 19-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു സ്തോത്രം, ഒരു അസാധാരണമായിരിക്കുന്ന വാക്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന്, ഇപ്പൊ ഒരു മിസ്രയീമിലല്ല, 20-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ സീനായി പർവ്വതത്തിന്റെ ചുവട്ടിലെത്തി. ഈ 20-ാമത്തെ അധ്യായത്തിനകത്താണ്, 19-20 അധ്യായത്തിനകത്താണ് മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് 10 കൽപ്പനകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ചെങ്കടൽ കടന്നു, ഫറവോന്റെ ബൗണ്ടറിക്ക് പുറത്തു വന്നു, മരുഭൂമിയിലേക്ക് കയറി, മേഘത്തിന്റെ കീഴെ എത്തി. സ്തോത്രം, അവർ മന്ന ഭക്ഷിക്കാൻ തുടങ്ങി. തീക്കൽ പാറയിലെ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വെള്ളം ദൈവമായ കർത്താവർക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന്റെ കരുതലുകളിലേക്ക് അവർ എത്തിച്ചേർന്നു. 20-19 അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവർ സ്തോത്രം മരുഭൂമിയിലെ പാളയങ്ങളിലേക്ക് എത്തി. അവിടെ വെച്ച് ദൈവമായ കർത്താവ് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? സ്തോത്രം, മിസ്രയീമ്യരോട് ഞാൻ ചെയ്തതും, അടുത്ത വാചകം, നിങ്ങളെ കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ അടുക്കലേക്ക് മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്നവരെ സർവശക്തനായ ദൈവം വരുത്തിയത്. ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ചിന്തിച്ചാൽ, നമ്മൾ നിന്നങ്ങ് പ്രസംഗിക്കും, മോശയെ അവിടെ അയച്ചു, 10 ബാധ അയച്ചു, സ്തോത്ര ഹല്ലേലൂയ. പിന്നെ എന്താ, അവിടെ ഫറവോന്റെ മന്ത്രവാദികളുടെ വാട്ടി സ്തോത്ര കൊട്ടാരത്തിൽ വെച്ച് വിഴുങ്ങി. പിന്നെ സ്തോത്ര ഹല്ലേലൂയ, അങ്ങനെ ചെങ്കടൽ പിളർന്നു, പെസഹ കുഞ്ഞാടിനെ അറുത്തു, ചോരത്തളി ആചരിച്ചു, അമ്പമ്പോ എന്തെല്ലാം കാര്യങ്ങളാണൊരു സാധാരണ വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടെ പഠിച്ചാൽ ഇതൊക്കെ ശരിയാണ് താനും. പക്ഷെ ഈ വിഷയത്തെ ദൈവം എല്ലാം കൂടി ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ആത്മമണ്ഡലത്തിലിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇസ്രായേൽ ജനതയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞത് ഇതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മിസ്രയീമ്യരോട് ഞാൻ ചെയ്തതും, പിന്നെ സ്തോത്രം പെസഹ കുഞ്ഞാടിനെ അറുത്തതും 10 ബാധയുമല്ല, കഴുകന്മാരുടെ ചിറകിൽ നിങ്ങളെ ഇരുത്തി ആ കഴുകനെ കൊണ്ട് പറപ്പിച്ച് എൻ്റെ അടുക്കൽ എൻ്റെ ജനം എത്തേണ്ടതിന് കഴുകന്മാരുടെ ചിറകിലേറ്റി ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓ ഹല്ലേലൂയ. എങ്ങനെ ഇതൊക്കെ വായിച്ചാൽ ശ്രുതിക്കാതിരിക്കും? ഇതൊക്കെ വായിച്ചാൽ വീണ്ടെടുക്കപ്പെട്ടവർ, കാരണം അന്ധകാര ശക്തിയുടെയും ദുഷ്ടാത്മ ലോകത്തിന്റെയും അന്യ ദൈവങ്ങളെയും കല്ലിനെയും മണ്ണിനെയും ദൈവമെന്ന് ഓർത്ത് മുഖം വെച്ച് പാരമ്പര്യത്തിന്റെ വലിയ കൂമ്പാരത്തിനകത്ത് കിടന്ന നമ്മളെ നിങ്ങൾ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതുപോലെ ഏതെങ്കിലും കാലഘട്ടത്തിൽ സ്തോത്രം ദൈവസഭയ്ക്കകത്തൊരു വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടവരല്ല നമ്മൾ ഈ മാർഗത്തെ ഇതിനകത്ത് ഇരിക്കുന്നവരും പവർവിഷനിൽ നിന്ന് കേൾക്കുന്നവരിൽ 98% ആളുകളും ഉപദേശമാരെ പഴിച്ചവരും വേദപുസ്തകത്തെ സംശയിച്ചവരും ഈ മാർഗത്തെ നിന്ദിച്ചവരും വേലിക്കകത്ത് ദൈവദാസന്മാരെ കേട്ടാത്തവരുമായിരുന്നു. അങ്ങനെ അവരവരുടെ സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്ന നമ്മളെ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ചില കഴുകന്മാരെ അയച്ചു, അവരുടെ ചിറകിൽ നിന്ന് കയറ്റി. അങ്ങനെയല്ലേ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത പുറപ്പാട് 19:4 പറഞ്ഞിരിക്കുന്നത്? കഴുകന്റെ ചിറകിൽ നിന്ന് കയറ്റി. എപ്പോഴാണെന്ന് അതൊരു ആലങ്കാരികമായിരിക്കാം, പക്ഷേ പരിശുദ്ധ ദൈവം പറയുന്നു, ദോഷ്ക്ക് പറയാത്ത ദൈവം പറയുന്നു, അങ്ങനെ ഇങ്ങനെയൊന്ന് ചുമ്മാ നിങ്ങൾ ആടിയും തൂങ്ങി കമ്പത്തുനിന്ന് കാളയെ കൊണ്ടുവരുന്നത് പോലല്ല ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. മനസ്സിലാകുന്ന ഞാൻ പറയുന്നത്? എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നു? അറവുശാലയിലേക്ക് കാളയെ ഇന്ന് കാണാറില്ല. പണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളൊക്കെ പാർക്കുന്ന സ്ഥലത്തൂടെ സാധാരണ വെള്ളിയാഴ്ച വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ കൂട്ടമായി സ്തോത്ര ചോരയും നീരും വറ്റിയ കാളകളെ സ്തോത്ര ചാട്ടവാറുമായിട്ട് കാളക്കാരൻ കൊണ്ടുവരുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. സ്തോത്രം, ഉറക്കം തൂങ്ങി കണ്ണീന്ന് പഴുത്ത വെള്ളവും വന്ന് നാളെ അറവുശാലയിലേക്ക് പോകുമെന്ന് അത് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. എന്താണെങ്കിലും സ്തോത്രം, ഒരു മത്സര മനോഭാവത്തോടെ അങ്ങനെയല്ല എൻ്റെ ദൈവം മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നത് പിന്നെ എങ്ങനെ എടാ ഉയരത്തിൽ പറക്കും കഴുകന്മാരുടെ ചിറകിൽ നിന്നെ കയറ്റി ഇരുത്തിയിട്ട് കഴുകനോട് പറക്കാൻ പറഞ്ഞു. അങ്ങനെ കഴുകന്മാരുടെ ചിറകിലേറ്റിയാണ് ഞാൻ നിന്നെ എന്റെ അടുക്കൽ എത്തിച്ചത്. ഞാൻ എങ്ങനെ ദൈവത്തിന്റെ അടുക്കലെത്തി എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? എന്റെ വെല്ലുമ്മച്ചിരുന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് വിശുദ്ധനായിരുന്നതിന്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ സ്തോത്രം ഒരുത്തം പോലും പറയുന്നതിന് അതും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നാൽ വേലിക്കാത്ത ദൈവം കയറ്റത്തുമില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിനക്ക് മനസ്സില്ലായിരുന്നു, നീ മടിയനായിരുന്നു, നിന്നെ പിശാച് ചവിട്ടി ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ അടുക്കൽ നീ എത്താൻ ഞാൻ കഴുകനെ അയച്ചു. ഹല്ലേലൂയ. ആ വാക്ക് കഴുകൻ എന്ന ഏകവചനമല്ല, കഴുകന്മാർ എന്ന വചനമാണ്.
കഴുകന്മാർ. ഞാൻ വിചാരിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ, ദൈവം എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല, എൻ്റെ വ്യാഖ്യാനം തെറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നിന്നെ അന്ധകാര മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കാൻ സ്വർഗസ്ഥനായ ദൈവം അയച്ച കഴുകന്മാർ അഹരോനും മോശയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ അറിയില്ല. ഇന്നും ദൈവത്തിന്റെ അരയും തലയും മുറുക്കി സർവായുധ വർഗം ധരിച്ച കർത്താവിന്റെ ദാസന്മാരെ നിന്റെ വീട്ടിൽ അയച്ചിട്ട് നിന്നെ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ സ്വർഗം അയക്കുന്ന കഴുകന്മാർ, അവരെ നീ തിരസ്കരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിനറിയാം നിന്നെ പൊക്കിയെടുത്ത് ദൈവത്തിനുള്ളതാക്കാൻ ഒരു കുരുവിയെ അയച്ചാൽ, ഒരു പ്രാവിനെ അയച്ചാൽ, സ്തോത്രം ഹല്ലേലൂയ, ഒന്നും നടക്കില്ല. കാക്കയെ അയച്ചാൽ നീ തിന്നിട്ട് അവിടെ പിന്നെയും കിടക്കുമെന്നറിയാം. അതുകൊണ്ട് ദൈവം കാക്കയെ അയച്ചില്ല, അയച്ചിട്ടുണ്ട് നിനക്ക് അവിടെ കിടക്കാൻ വേണ്ടി. എന്നാൽ നീ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ നിന്നെ പൊക്കിയെടുക്കണം. നിന്റെ പിതൃ പാരമ്പര്യത്തിൽ നിന്ന്, നിന്റെ അപ്പൻ സേവിച്ച ദൈവങ്ങളുടെ നടുവിൽ നിന്ന് ഹല്ലേലൂയ, നിന്നെ ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ, നിന്നെ ദൈവത്തിന്റെ അടുക്കൽ അയക്കാൻ ദൈവം അയച്ച കഴുകന്മാർ അവരുടെ ഈ വാക്യമൊക്കെ വായിക്കുമ്പോഴാണ് ഒരു ശുശ്രൂഷകനായ എൻ്റെ അഭിമാനം, നേരോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കൃപ ലഭിച്ചതിൻ്റെ അഭിമാനം. സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവരുടെ ബന്ധികളായിരുന്ന ചില ആളുകളെ ശത്രുക്കൾ കൊണ്ടുപോയി ഏതെങ്കിലും സ്ഥലത്ത് ബങ്കറുകളിൽ പോലും സ്തോത്രം ലോക്കൗട്ട് ചെയ്ത് അവരെ ഒതുക്കി വെച്ചപ്പോൾ ആരും അറിയാതെ അവരുടെ സ്തോത്രം ശത്രുവിന്റെ റഡാറിൽ പോലും പെടാത്ത വിമാനങ്ങളിൽ പറന്നു ചെന്ന് ഒന്നിലധികം സംഭവങ്ങൾ സ്തോത്രം യഹൂദന്റെ പശ്ചാത്തലത്തിൽ കിടക്കുന്നില്ലേ, അവർ പറന്നു ചെന്ന് അവിടെ നിന്ന് അവരുടെ ആളുകളെ പറത്തിക്കൊണ്ട് അവരുടെ രാജ്യത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ശത്രു പോലും അറിഞ്ഞത്. അതുപോലെ നിന്റെ പാരമ്പര്യത്തിൽ നിന്ന് നിന്റെ അപ്പൻ അറിയാതെ, എതിരാളി അറിയാതെ, വേണ്ടി വന്നാൽ ഭർത്താവ് പോലും അറിഞ്ഞു കാണിയല്ല നിന്നെ ദൈവമായ കർത്താവ് പൊക്കിയെടുത്തത് നിന്റെ വീട്ടിൽ ആരാധിക്കാൻ, സത്യം വെളിപ്പെടുത്താൻ സർവശക്തനായ ദൈവം കഴുകന്മാരുടെ ചിറകിൽ വഹിച്ച എന്റെ അടുക്കൽ കൊണ്ടുവന്നു എഴുതിയിരിക്കുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ആ വാക്ക് കണ്ടോ? കഴുകന്മാരുടെ. ഞാൻ ചിറകിനെ കുറിച്ച് 5 കാര്യങ്ങൾ പറയാൻ നിന്നത്, പക്ഷേ ഞാൻ 5 കാര്യം പറയല്ല. അനുഗ്രഹീത കർത്തൃദാസൻ ഉജ്ജ്വലമായ പ്രഭാഷണത്തിന് എൻ്റെ പിന്നാലെ ഉണ്ട്. ഞാൻ ഈ കാര്യത്തിൽ മിക്കവാറും ഒതുക്കും, 4 ഞാൻ തിരിച്ചു കൊണ്ടുപോകും. സ്തോത്രം. ഏതെങ്കിലും സന്ദർഭത്തിൽ പിന്നീട് ദൈവം അനുവദിച്ചാൽ ആ കാര്യങ്ങൾ സ്തോത്രം നിങ്ങളോട് പങ്കുവെക്കാൻ അവസരം തരുവാണെങ്കിൽ പങ്കുവെക്കാം. ഇതിനേക്കാൾ ശക്തമായ ചിറകുകളാണ് ബാക്കി കിടക്കുന്ന 4. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലൊന്നും തീരില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയുന്നിടത്തോളം കാര്യങ്ങൾ നിങ്ങളുടെ വിടുതലായി മാറട്ടെ. നിങ്ങളുടെ വാക്യം മനസ്സിലായി. അവിടെ എഴുതിയിരിക്കുന്നത് 19:4 പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കഴുകന്മാരെ അയച്ചു മിസ്രയീമിന്റെ പാളയത്തിലേക്ക്, നിങ്ങളെ ചവിട്ടിപ്പിടിച്ച് 400 ചില്ലും വർഷങ്ങൾ ഒതുക്കി വെച്ച അന്ധകാര ശക്തിയുടെ നടുവിലേക്ക് സ്തോത്രം ഞാൻ എൻ്റെ കഴുകന്മാരെ അയച്ചു. അവരവിടെ വന്നിട്ട് നിങ്ങളെ കൂടുതൽ സ്തോത്രം ബൈബിൾ ക്ലാസ് എടുക്കുകയും കൂടുതൽ പരിപാടിയൊന്നും അല്ലായിരുന്നു. അവരെ ഞാൻ അവിടെ വിട്ടത് എൻ്റെ അടുക്കൽ എൻ്റെ ജനത്തെ പൊക്കിക്കൊണ്ടുവരാനാ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, നീ അധികം കടന്ന് ചുരുളരുത്. നിന്റെ വീട്ടിൽ ഉപദേശിമാരെ വിട്ടത് നിന്നെ അവിടെ നിന്ന് പൊക്കിയെടുക്കാനാ. നീ ചുമ്മാ വലിഞ്ഞു നിൽക്കരുത്. ഇത് നിന്റെ രക്ഷയുടെ സമയമാണ്. നിനക്കെതിരെ നിൽക്കുന്ന മഹാസർപ്പത്തിന്റെ വായിൽ പെടാതിരിക്കാൻ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കുന്ന സമയമാണ് 2025 ഈ നാളുകൾ. അതുകൊണ്ട് ഞാൻ അയക്കുന്ന കഴുകന്മാരുടെ ചിറകിൽ കയറി നീങ്ങു പോരെ, അതാ നിനക്ക് നല്ലത്. ഹല്ലേലൂയ. ഉഡാബാല ശംദലാദ രക്ഷസിയ. ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, ആ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം പറയുന്നു, സ്തോത്രം, മോശ അടുത്ത് എന്നപ്പോൾ ദൈവം പറയുന്നു, ഓർക്കുന്നുണ്ടോ എന്ത് ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറ്റെങ്ങും പറയാത്ത ഒരു സവിസ്തര പ്രതിപാദനമില്ലാത്ത രീതിയിൽ സ്വർഗം പറഞ്ഞു, എൻ്റെ അടുക്കൽ അബ്രഹാമിന്റെ കൊച്ചുമക്കളെ എൻ്റെ അടുക്കൽ എത്തിച്ചോളാമെന്ന് നിന്റെ വെല്ലുപ്പച്ചനോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സമയമായപ്പോൾ ഞാൻ കഴുകന്മാരെ അയച്ചു. ഹല്ലേലൂയ. അവരവിടെ വന്നു. ഇന്നും 2025 അത്യാധുനികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ മീഡിയ യുഗത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു പച്ച സുവിശേഷകനാ. എൻ്റെ ദൈവം നിന്റെ വാതുക്കൽ വന്ന് മുട്ടാൻ, നിന്റെ കോളിംഗ് ബെൽ അടിക്കാൻ ദൈവമായ കർത്താവ് ചിലരെ നിന്റെ വീടിന്റെ തിണ്ണെ കാലുകുത്താൻ ദൈവമയച്ച കഴുകന്മാരെ സ്വർഗത്തിലെ ദൈവം അയക്കും. ഹല്ലേലൂയ. അവരവിടെ വന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അവരവിടെ വന്നത് നിന്നോട് സോപ്പിട്ട് നീ കൊടുക്കുന്ന അച്ചപ്പവും ചായയും കുടിച്ച് 500 രൂപ മേടിച്ചോണ്ട് പോകുന്നവൻ കഴുകനല്ല, അവനെ വേറെ വല്ല പേര് വിളിച്ചു. ദൈവമയച്ച കഴുകനാണെങ്കിൽ അവൻ നിന്നെ അവിടെ നിന്ന് പൊക്കിയിരിക്കും. അവനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നാന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ആഴ്ചയിൽ 5 കിലോ അരിയും 2 കിലോ പഞ്ചാരയും മേടിക്കാനുള്ള കാശ് അമ്മാമ്മ തരും. അതുകൊണ്ട് പൊക്കോളം പറഞ്ഞ് വിട്ടതല്ല ദൈവം കഴുകനെ. പിന്നെ എന്തിനാണെന്നറിയാമോ? സ്വർഗം അവനോട് പറഞ്ഞിരിക്കുന്നത് 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഈ ജനത്തെ നിങ്ങൾ ചിറകിൽ വഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കലെത്തണം. ഹല്ലേലൂയ.
സ്തോത്രം, ഹല്ലേലൂയ. സൂക്ഷിച്ചോളണം, സൂക്ഷിച്ചോളണം. കാലം മോശമാണ്. ചിറകി കയറ്റി അവനവന്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന കഴുകന്മാർ കാണും. സൂക്ഷിച്ചോളണം. സ്തോത്രം. പറഞ്ഞു വരുന്നപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റിയല്ല. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കണം. അവനവന്റെ ഗോഡൌണിലേക്കാ കൊണ്ടുപോകുന്നതെങ്കിൽ ചാടിക്കോളണം, ആ ചിറകയിൽ ഇരിക്കരുത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം അയച്ച കഴുകനാണെങ്കിൽ അവന്റെ ദൗത്യം എന്റെ അടുക്കൽ കൊണ്ടുവരിക. സ്തോത്രം. ദൈവത്തിന്റെ അടുക്കൽ വന്നവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുവരെയാണ് കഴുകന ദൗത്യമുള്ളൂ. ആ ചിറകിലേറി നീ ചില കഷ്ടപ്പെടേണ്ട വന്നേക്കാം, ചില ചിറകിൽ വെച്ച് ചുമക്കേണ്ട വന്നേക്കാം. അവിടേക്ക് ദൈവം നിന്നെ എത്തിച്ചിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം അയച്ച കഴുകൻ ആ ചിറകിലേറ്റ് നിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അത്യുന്നതന്റെ അടുക്കലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിനപ്പുറത്തെ കാര്യം പിന്നെ ദൈവം നോക്കിയോളും. പിന്നെ ദൈവമാണ്. ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിന്റെ സന്നിധാനത്തിൽ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുമ്പോൾ അധികമൊന്നും പറഞ്ഞില്ല. സ്തോത്രം. എങ്കിലും പറഞ്ഞത് ദൈവജനത്തിന് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. സ്തോത്രം. വേണ്ടി വന്നാൽ കഴുകന്റെ ചിറകിലേറ്റി നിന്നെ കൊണ്ടുവരും. കുറെ കഴിയുമ്പോൾ നിനക്ക് ദൈവം ചിറക് തരും. സ്തോത്രം. ഇതൊക്കെ ചെയ്യാൻ കരുത്തുള്ള ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആത്മീക മാർഗം പോഷ്കിന്റെ മാർഗമല്ല, ഇത് മണ്ടന്മാരുടെ മാർഗമല്ല. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ വചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള മഹാകൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, സ്തോത്രം. എന്റെ പ്രഭാഷണം തീർന്നില്ലെങ്കിലും ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രവേശിക്കുകയാണ്.